തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലോ. 2024 തെരഞ്ഞെടുപ്പ് പോലെ വന്നപ്പോൾ മൊത്തത്തിലുള്ളൊരു വിശകലനം എന്താണ്? തൃശ്ശൂർ പൂരം കലങ്ങി. തൃശ്ശൂർ പൂരം കലങ്ങിയപ്പോൾ കോൺഗ്രസിൻ്റെ 10-30,000 വോട്ട് BJPയിലേക്ക് പോയി. അപ്പോൾ അതാണല്ലോ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരം കലങ്ങിയാൽ ഈ അതുവരെ കോൺഗ്രസിന് വോട്ട് ചെയ്ത് വരുന്ന ആളുകളൊക്കെ BJPക്ക് വോട്ട് ചെയ്യും. അതിൻ്റെ ലോജിക്ക് ആരും ചിന്തിച്ചിട്ടില്ല ആ സമയത്ത്. തൃശ്ശൂർ പൂരം കലങ്ങുന്നത് എന്തിനാണ് കോൺഗ്രസ്സുകാർ BJPക്ക് വോട്ട് ചെയ്യുന്നത്? അങ്ങനെയാണ് ജയിച്ചതെന്നാണല്ലോ. കാരണം LDFൻ്റെ വോട്ട് കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ല, കോൺഗ്രസിൻ്റെ വോട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. സുരേഷ് ഗോപി എങ്ങനെയാണ് തൃശ്ശൂർ എടുത്തതെന്ന് പരിശോധിച്ചാൽ ഈ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കുറേ ആൾക്കാരുടെ വോട്ട്, അതായത് കോൺഗ്രസ് ആരോപിക്കുന്ന പോലെ 50,000 വോട്ട് അതിൽ ചേർത്തിട്ടുണ്ട്. 50,000 വോട്ട് വ്യാജ വോട്ടുകളാണ്, ഒഴിഞ്ഞ ഫ്ലാറ്റുകളിലും മറ്റും ചേർത്തതാണ്. ഒഴിഞ്ഞ ഫ്ലാറ്റുകൾ എന്ന് പറഞ്ഞപ്പോൾ ഒഴിയാത്ത ഫ്ലാറ്റുകളിലും അവരറിയാതെ വോട്ട് ചേർത്തിട്ടുണ്ടെന്നാണല്ലോ അറിയുന്നത്. അപ്പോൾ ആ ഇലക്ട്രൽ റോൾ പൂർണ്ണമായിട്ടും പരിശോധിച്ചാലേ നമുക്ക് ആ ഇലക്ട്രൽ റോളിലുള്ള പ്രശ്നം എന്താണെന്ന് പറയാൻ പറ്റും. കാരണം 1,45,000 കൂടുതൽ വോട്ടുകൾ അവിടെ ചേർത്തിട്ടുണ്ട്. അത് അസംഭവ്യമാണ്, അസാധാരണമാണ്. അത്രയും വോട്ടൊന്നും തൃശ്ശൂർ ഒരിക്കലും വർദ്ധിക്കില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇവിടെയുള്ള ആളുകളൊക്കെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 1,45,000 വോട്ട് ഒരിക്കലും പുതുതായിട്ടൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരില്ല. അപ്പോൾ ഈ വോട്ട് ചേർക്കപ്പെട്ടത് ഈ പുറത്തു നിന്നുള്ളവരുടെ തന്നെയാണോ, അതല്ല ഇനി അതിൽ വ്യാജ വോട്ടുകളുണ്ടോ? ഇത് പൂർണ്ണമായൊരു പരിശോധന വോട്ടർ ലിസ്റ്റിൽ ആവശ്യമാണ്.